Welcome back all to the YouTube channel of Green World. So, ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഹൗ ടു ബിക്കം എ നീബോഷ് ട്യൂട്ടർ. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, എങ്ങനെയാണ് സാർ നമുക്കൊരു നീബോഷ് ട്യൂട്ടർ ആവാൻ സാധിക്കുന്നതെന്നുള്ളത്. സോ അതിൻ്റെ വിധവിധമായ സ്റ്റെപ്സുകളാണ് ഞാൻ ഇന്നിവിടെ ഫെർദർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് ഡിസ്കസ് ഓൺ ഹൗ ടു ബിക്കം എ നീബോഷ് ട്യൂട്ടർ. ഹൗ ടു ബിക്കം എ നീബോഷ് ട്യൂട്ടർ, ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമുക്ക് മേജറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4 സ്റ്റെപ്പാണ് നമുക്കൊരു നീബോഷ് ട്യൂട്ടർ ആവാനായിട്ട് വേണ്ടത്. ആ 4 സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു തരാം. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മീറ്റ് ദ എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സ്. നമുക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒന്നെന്ന് പറയുന്നത് പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൂടാതെ ഇതെല്ലാം വിശദമായിട്ട് ഞാൻ ഓരോ സ്ലൈഡിലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. പിന്നീട് അടുത്തതെന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ്. അത് മസ്റ്റാണ്. നിങ്ങൾക്കൊരു എന്താ പറഞ്ഞത്, ചുമ്മാ വന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. അത് നിങ്ങൾ കോളേജുകളിലും സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്ന കാണാം. നല്ല പ്രൊഫസർമാരും മോശമായ പ്രൊഫസർമാർ അല്ലെങ്കിൽ ടീച്ചർമാരും ഒക്കെ കാണും. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും നല്ല ടീച്ചേഴ്സ് ആവണം. നല്ല ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കഴിവാണ്. ഇറ്റ്സ് ആൻ ആർട്ട്, ആസ് ഐ സെഡ് ഏർലിയർ. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡഡ് ത്രൂ നിങ്ങൾ ഒരു നീബോഷ് ട്രെയിനർ ആവാനായിട്ട് ആപ്ലിക്കേഷൻ റേസ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിനിങ് ഓഫ് CPD, കണ്ടിന്യൂൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നോക്കാം അടുത്ത സ്ലൈഡുകളിലൂടെ. So the first one, meet the educational and professional requirements. Very important. ഒരു നീബോഷ് IGC, നമുക്ക് നീബോഷ് IGC, നീബോഷിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കോഴ്സാണ് നീബോഷ് IGC, ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ്. അത് കഴിയുമ്പോൾ ഒരുപാട് പേര് നീബോഷ് IGC പാസ്സാവുന്ന ഒരു ഡിപ്ലോമയിലേക്ക് പോകുന്നുണ്ട്, നീബോഷ് ഇന്റർനാഷണൽ ഡിപ്ലോമ. ഒരുപാട് ഓർഗനൈസേഷൻസ് ഇപ്പം നീബോഷ് ഡിപ്ലോമ മാൻഡേറ്ററി ആക്കുന്നുണ്ട് ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ ലെവലിലേക്ക് പോകുന്ന സമയത്ത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 2 കോഴ്സസ് ആണുള്ളത്. ഒന്ന് സർട്ടിഫിക്കറ്റ് ലെവൽ, പിന്നെ ഡിപ്ലോമ ലെവൽ, ആൻഡ് ഏറ്റവും താഴെ അവാർഡ് ലെവൽ ക്വാളിഫിക്കേഷൻസ്. നിങ്ങൾക്ക് നീബോഷ് IGC നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവാർഡ് ലെവൽ ക്വാളിഫിക്കേഷൻസ് വരെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതായത് നീബോഷിൻ്റെ ബേസിക് കോഴ്സസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് ബേസിക് കോഴ്സസ് ഉണ്ട്. അങ്ങനത്തുള്ള കോഴ്സസ്, ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കോഴ്സസ് പഠിപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ നീബോഷ് IGC കൊണ്ട് മാത്രമാവുന്നില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ വേണം. നീബോഷ് ഡിപ്ലോമ പാസ്സായ ഒരാൾക്ക് മാത്രമേ നീബോഷ് IGC പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. മിനിമം നീബോഷ് ഡിപ്ലോമ വേണം. അങ്ങനെയുള്ള ഒരാളെ വെച്ച് മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് ലെവൽ കോഴ്സസ് പഠിപ്പിക്കത്തുള്ളൂ, അതായത് നീബോഷ് IGC പോലുള്ള സാധനം. സോ അപ്പോൾ ഇനി നീബോഷ് ഡിപ്ലോമ പഠിപ്പിക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീബോഷ് ഡിപ്ലോമ മസ്റ്റായിട്ട് വേണം, പ്ലസ് 10 to 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് മാൻഡേറ്ററി ആണ്. എന്നാൽ മാത്രമേ നീബോഷ് ഡിപ്ലോമയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. രണ്ടാമത്തെന്ന് പറയുന്നത് ടീച്ചിങ് എക്സ്പീരിയൻസ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ട്രെയിനർ കോഴ്സസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവ്. അത് നിങ്ങളൊരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ മെറ്റീരിയൽ നമ്മൾ തരും. ആ പ്രസൻറ്റേഷൻ മെറ്റീരിയൽ നിങ്ങൾ നമ്മളെ പഠിപ്പിച്ച് കാണിക്കണം. അങ്ങനെ ഒരു 4 to 5 ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇത് പാസ്സായാൽ മാത്രമേ മേജർ ഓർഗനൈസേഷൻസ് നിങ്ങൾ ഒരു ട്യൂട്ടറായിട്ട് എടുക്കത്തുള്ളൂ. നിങ്ങൾ കൺവിൻസ് ആവണം. നമ്മൾ സ്റ്റുഡൻസിനെ കയ്യിലെടുക്കുക അല്ലെങ്കിൽ ലേണേഴ്സിനെ കയ്യിലെടുക്കുക, അവരെ കൊണ്ട് വ്യക്തമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു കളിച്ച കാര്യമൊന്നുമല്ല. അതൊരു നല്ല ടീച്ചറെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ നേരത്തെയും പറഞ്ഞ കണക്ക് സ്കൂളുകളിലും കോളേജുകൾക്കും നിങ്ങൾക്ക് ഇന്നും ഓർമ്മ വെച്ചിരിക്കുന്ന ടീച്ചേഴ്സും സാറുമാരും കാണും. അതേപോലെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ലേണേഴ്സ് എങ്ങനെ ഇത് മനസ്സിലാക്കുന്നുവോ അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നേരെ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലേണേഴ്സ് അതേ കണക്ക് ചെന്ന് ഫീഡ്ബാക്ക് ഇടും, ഏതെങ്കിലും ഗൂഗിൾ റിവ്യൂലോ എവിടെയെങ്കിലും ഒക്കെ ചെന്ന്. അപ്പം അത് പണിയാവും. അപ്പം അതുകൊണ്ട് നല്ല ടീച്ചിങ് കപ്പാസിറ്റി വേണം, ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നീട് സബ്ജക്റ്റ് നോളജ്, അത് തറോ ആയിരിക്കണം. സ്റ്റുഡൻസ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ തന്നെ മറുപടി കൊടുക്കുവാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. അതെങ്ങനെ കിട്ടും? മിനിമം 5 to 10 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ റെലവൻറ്റ് ഫീൽഡ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ 5 to 10 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. IGC ഒന്നും അത്ര വലിയൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല.
പക്ഷേ അതിനകത്ത് ഒരു ലേണർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയുവാനായിട്ടുള്ള കഴിവ് വേണം. അതെങ്ങനെ കിട്ടും? 5 മുതൽ 10 വർഷത്തെ നല്ല എക്സ്പീരിയൻസ് വേണം, വർക്കിംഗ് എക്സ്പീരിയൻസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ. സോ ഒന്നുകൂടെ ഞാൻ പറയാം, നീബോഷ് ഡിപ്ലോമ മാൻഡേറ്ററി ആണ്. IGC പഠിപ്പിക്കണമെങ്കിൽ IGC ഉള്ള ആൾക്ക് അവാർഡ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻസിലേക്ക് പോകാം. പിന്നീട് ടീച്ചിങ് എക്സ്പീരിയൻസ് അത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ലെവലിലേക്ക് പഠിപ്പിക്കുവാനായിട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ടീച്ചിങ് എക്സ്പീരിയൻസ്, ഗെയിനിങ് ടീച്ചിങ് എക്സ്പീരിയൻസ് അതെങ്ങനെ കിട്ടുക എന്നുള്ളത്. ഒന്നെന്ന് പറയുന്നത് നീബോഷ് IGC കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് എനിക്ക് ടീച്ചർ ആവണം, എനിക്ക് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മളുടെ മേജർ ട്രെയിനേഴ്സിൻ്റെ കൂടെ നമ്മൾ നിങ്ങളെ അസിസ്റ്റന്റ് ട്രെയിനറായിട്ട് വിടും. നമുക്ക് ഒരുപാട് ഷോർട്ട് കോഴ്സസ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട് മേജർ കമ്പനീസിനൊക്കെ ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഷോർട്ട് കോഴ്സസിന് നമ്മൾ നിങ്ങളെ വിടും. അതായത് ഫയർ സേഫ്റ്റി, വർക്കിംഗ് ഓൺ ഹൈറ്റ്സ്, മാനുവൽ ഹാൻഡിലിംഗ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കൊച്ചു കൊച്ചു കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ പഠിപ്പിച്ച് വി വിൽ സി ഹൗ യു ആർ ഗെറ്റിംഗ് എലിവേറ്റഡ്. അത് നിങ്ങളുടെ പ്രോഗ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കും. മാത്രമല്ല പാരലലി നിങ്ങൾ നീബോഷ് ഡിപ്ലോമ പഠിക്കും. അത് കഴിഞ്ഞ് നീബോഷ് IGC തന്നെ ചെറിയ യൂണിറ്റ്സുകളുണ്ട്. അതേപോലത്തെ യൂണിറ്റുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു ഭാഗമാകാം. അങ്ങനെ നിങ്ങൾക്ക് മേജർ ട്രെയിനറായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞത് നീബോഷ് IGC ട്രെയിനർ എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എലിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ജോയിൻ ആയി അവിടെ ട്രെയിനിങ്സ് ഡെലിവർ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് എടുക്കുക. ടീച്ചിങ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് വളരെ ടഫായിരിക്കും, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ലേണേഴ്സിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് കാരണം യു വിൽ ഹാവ് ടു ക്വിറ്റ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. നല്ല ഒരു ടീച്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൽ തന്നെ വേണമെങ്കിൽ പറയാം. ടീച്ചിങ് ആണല്ലോ ഇതിനകത്തുള്ളത്. സോ ഗെറ്റ് ഇൻവോൾവ് വിത്ത് യുവർ ഓർഗനൈസേഷൻസ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡറുമായിട്ട് ചേർന്നിട്ട് ചെറിയ ഷോർട്ട് കോഴ്സസ് ഡെലിവർ ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, നീബോഷ് ഒരു ആളെയും ഡയറക്റ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു കോഴ്സ് പ്രൊവൈഡർ ത്രൂ മാത്രമേ നിങ്ങൾക്ക് ഒരു നീബോഷ് ട്യൂട്ടർ ആവാനുള്ള ആപ്ലിക്കേഷൻ റേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡോക്യുമെന്റ്സ് വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ റെസ്യൂമേ, അപ്ഡേറ്റഡ് റെസ്യൂമേ. 2 നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി. 3 IELTS ഓപ്ഷണലാണ്, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്. മിനിമം 7 to 8, 7.5 നമുക്ക് വേണം. അപ്പം അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കപ്പാസിറ്റി ഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം IELTSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ വളരെ നല്ലത്. പിന്നീട് വേണ്ടത് IOSH മെമ്പർഷിപ്പ്. അത് മസ്റ്റാണ്. IOSH മെമ്പർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. IOSH മെമ്പർഷിപ്പ് നമുക്കൊരു IOSH ലെവലിലുണ്ട് എങ്കിൽ വളരെ നല്ലതാണ്. അതിൽ താഴെയാണെങ്കിൽ വിൽ ട്രൈ ടു ഗെറ്റ് അപ്രൂവൽ. ഇറ്റ്സ് അഗെയിൻ സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി ഡിസ്കസ്ഡ് ലേറ്റർ ഓൺ. പാസ്പോർട്ട് കോപ്പി, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാർഡ്. സോ ഒരു കോഴ്സ് പ്രൊവൈഡറിൽ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കോഴ്സ് പ്രൊവൈഡറിന് വർക്ക് ചെയ്യാം. നിർബന്ധമില്ല ആ കോഴ്സ് പ്രൊവൈഡറിന് തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒരു കാരണവശാലും നീബോഷിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരുപാട് ഓർഗനൈസേഷൻസ് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്രൂവൽ എടുക്കാതെ നിങ്ങളെ വെച്ച് പഠിപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നീബോഷ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ലോങ് നിങ്ങൾക്ക് നീബോഷിന്റെ ട്രെയിനർ ആവാൻ സാധിക്കത്തില്ല. നീബോഷ് അപ്രൂവലിന്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നീബോഷ് ഡയറക്റ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ന അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡർ നിങ്ങളെ നീബോഷ് ട്രെയിനർ ആക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഒരു കൺസെന്റ് വാങ്ങിക്കും. അങ്ങനെ ഒരു കൺസെന്റ് ലെറ്റർ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ നീബോഷ് ട്രെയിനറായിട്ട് അപ്രൂവ് ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷൻ ട്രൈ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ നീബോഷ് അത് അപ്രൂവ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നീബോഷ് അപ്രൂവൽ ഇല്ലാതെ ഒരു കാരണവശാലും പഠിപ്പിക്കുവാനായിട്ട്, നീബോഷ് ക്വാളിഫിക്കേഷൻസ് പഠിപ്പിക്കാനുള്ള ചാൻസസ് എടുക്കരുത്. എടുത്തു കഴിഞ്ഞ് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യും. ലേണേഴ്സിന് എപ്പോൾ വേണമെങ്കിലും നീബോഷിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ എന്നുള്ളതേ ഉള്ളൂ, ഈ മനുഷ്യൻ അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ റിവ്യൂ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ലേണറിൻ്റെ ഒരു സംശയമുണ്ട് എങ്കിൽ ദേ ക്യാൻ ഗെറ്റ് ബാക്ക് ടു ദം. അങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ യു മേ ബി ഇൻ ട്രബിൾ. സോ ഇത്രയും ഡോക്യുമെന്റ്സ്, റെസ്യൂമേ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, IELTS സ്കോർ, IOSHന്റെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ്, ID കാർഡ്, പാസ്പോർട്ട് കോപ്പിയോ എന്തെങ്കിലും, ഇത് ഇത്രയും ഉണ്ട് എങ്കിൽ നമ്മുടെ കോഴ്സ് പ്രൊവൈഡേഴ്സിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. അത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് ഇമെയിൽ ID എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അപ്രൂവലിന് അയക്കും. അവർ അപ്രൂവൽ
ഓക്കെയാണ് നിങ്ങളുടെ റെസ്യൂമെ ഈ ഒരു നീബോഷ് ട്യൂട്ടർ ആവാനായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം അതിൻ്റെ അപ്രൂവൽ പ്രോസസ്സ് നടക്കും. നീബോഷ് അപ്രൂവ്ഡ് ട്യൂട്ടർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്യത്തില്ല നീബോഷ്. അതുകൊണ്ട് ഓർത്ത് വെച്ചു. ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീബോഷ് അപ്രൂവ്ഡ് ട്യൂട്ടർ ആയി കഴിഞ്ഞാൽ അവരെന്തോ ഒരു സർട്ടിഫിക്കറ്റ് തരും, ബാഡ്ജ് തരും. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഒരു ഇമെയിൽ കൺഫർമേഷൻ കിട്ടും, യു ബീൻ അപ്രൂവ്ഡ് ആസ് എ നീബോഷ് ട്രെയിനർ ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ചിലപ്പോഴും നിങ്ങൾക്ക് പോലും കിട്ടത്തുള്ളൂ, അത് നമുക്കായിരിക്കും വരുന്നത്. ഹി ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ടൊരു മൈലേജ് ഉണ്ടാക്കാം, നോ, നത്തിങ് അറ്റ് ഓൾ. ഇറ്റ് കോൺ ബി ഡൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫൈൻ. സോ നിങ്ങൾ ഇപ്പം നമ്മളാണ് അപ്രൂവലിന് പോകുന്നതെങ്കിൽ നിങ്ങൾ നമ്മളുടെ പാനൽ ഓഫ് ട്യൂട്ടേഴ്സിനകത്ത് നിങ്ങളുടെ പേരും കാണും. അതേപോലെ വേറെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അവരുടെ ഇന്റർവ്യൂസ് എല്ലാം പാസ്സായാൽ നിങ്ങൾ ചിലപ്പോൾ അവരും അവരുടെ ഒരു ട്യൂട്ടർ പാനലിനകത്ത് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. Now comes the fourth important step. ഒരു നീബോഷ് ട്യൂട്ടർ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നങ്ങ് വിചാരിക്കരുത്. യുവർ ജേർണി സ്റ്റാർട്ട്സ് ദയർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടിന്യൂൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, മസ്റ്റായിട്ട് നിങ്ങൾക്ക് IOSH മെമ്പർഷിപ്പ് വേണമെന്നുള്ളത്. അതേപോലെ IOSH മെമ്പർഷിപ്പ് എങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്? നിങ്ങളുടെ CPD റെക്കോർഡ്സ് ത്രൂ ആണ്. കണ്ടിന്യൂൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അത് IOSHൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പോയി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന അച്ചീവ്മെൻറ്റ്സ് അതിനകത്ത് എൻറ്റർ ചെയ്ത് അത് മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ IOSH മെമ്പർഷിപ്പ് ക്യാൻസൽ ആവുകയും കൃത്യമായിട്ട് നിങ്ങളുടെ നീബോഷ് ട്യൂട്ടർ അപ്രൂവൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയും ചെയ്യും. കാര്യം ഈ IOSH എല്ലാ വർഷവും എല്ലാവരുടെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസും ഓഡിറ്റഡ് ആണ്. നിങ്ങളത് ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത CPD ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IOSH മെമ്പർഷിപ്പ് ക്യാൻസൽ ആവുകയും അത് നീബോഷ് അറിയുകയും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ട്യൂട്ടർ അപ്രൂവൽ ക്യാൻസൽ ആവുകയും ചെയ്യും. കാര്യം നമുക്ക് എല്ലാ വർഷവും എല്ലാ അക്രഡിറ്റഡ് കോഴ്സ് പ്രൊവൈഡറും ട്യൂട്ടേഴ്സിന്റെ CPD റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യണം നീബോഷിന്റെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലോട്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കും, എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ CPD റെക്കോർഡ്സ്. ആ CPD റെക്കോർഡ്സ് നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്ത വർഷത്തേക്ക് നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ട്യൂട്ടർ അപ്രൂവൽ ക്യാൻസൽ ആവും. ഒരിക്കൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെയും പോയി ആരുടെ പറയാതെ പോയി പഠിപ്പിക്കരുത്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ഉള്ള പരിപാടിയും കൂടെ പോയി കിട്ടും. വീണ്ടും ജന്മത്തെ നിങ്ങൾക്ക് നീബോഷ് ട്യൂട്ടർ ആവാൻ സാധിക്കത്തില്ല. സോ മെയിൻറ്റെയിനിങ് CPD record is very, very important. So finally, നീബോഷ് ക്വാളിഫിക്കേഷൻസ് മസ്റ്റ് ആണ്. ഡിപ്ലോമ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ IGC പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഡിപ്ലോമ ലെവൽ മാത്രം പോരാ, നിങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് കൂടെ വേണം, ടീച്ചിങ് കപ്പാസിറ്റി വേണം, അല്ലെങ്കിൽ ടീച്ചിങ് എബിലിറ്റി വേണം, ഒരു നല്ല ടീച്ചർ ആവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. പിന്നീട് വേണ്ടതെന്ന് പറയുന്നത് IOSH മെമ്പർഷിപ്പ് മസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല പ്രാവീണ്യം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലേണേഴ്സ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ് എടുത്ത് ഉടുത്ത് കളയുമാര്. അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാര്യം നിങ്ങൾ ഇപ്പം മെയിൻലി നടക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഈ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലേണേഴ്സ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ. ആ 20 പേരെന്ന് പറയും, 20 അല്ലെങ്കിൽ 22 മാക്സിമം അങ്ങ് പോകത്തില്ല. 20 പേരെന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും. അതിനകത്ത് വർക്കേഴ്സ് തൊട്ട് വൈസ് പ്രസിഡന്റ്സ് വരെ വന്നിരിക്കും ചില സമയം പഠിക്കാനായിട്ട്. അപ്പം അവരെ മുമ്പിൽ നിങ്ങൾക്ക് നേരെ ചുവ പറഞ്ഞു നിൽക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ല ലാംഗ്വേജ് വേണം. പെർട്ടിക്കുലർലി നമ്മുടെ കേരളത്തിനകത്ത് ഒരുപാട് പേര് ഇംഗ്ലീഷിൽ മേജർ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മളെ മലയാളികൾക്ക് ഒരുപാട് അപ്പർ ഹാൻഡാണ് ഇത് പഠിപ്പിക്കുന്നതിന്. പക്ഷേ നിങ്ങളത് ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം. പിന്നീട് മലയാളികളിൽ കാണുന്ന ഏറ്റവും പ്രശ്നം എന്ന് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള മടിയുണ്ടാണ്. ഈ ഒരു ഭാഷ സംസാരിക്കാതെ പഠിക്കാൻ സാധിക്കത്തില്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞു വേണ്ട. ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പം അങ്ങ് പഠിച്ചങ്ങ് വലിയ ആളെ നോ, അങ്ങനെയല്ല. അതിന് സമയമെടുക്കും. അതിന് ഇപ്പോഴേ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കഴിവതും കൂടുതൽ സംസാരിച്ചത് ഒരു ഫ്ലുവൻ്റ് ആക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. പെർട്ടിക്കുലർലി വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ഈ കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഗേജ് ചെയ്യുന്നത് ഇത് എങ്ങനത്തെ ഒരു ട്യൂട്ടർ ആണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം. സോ ദാറ്റ്സ് ഓൾ. പിന്നീട് ഞാൻ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ? ഇല്ല. IELTS അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ റെസ്യൂമെ, അപ്ഡേറ്റഡ് റെസ്യൂമെ, മിനിമം 5 to 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ടീച്ചർ ആവാൻ സാധിക്കത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. സോ കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വി വിൽ ഹെൽപ്പ് യു ഔട്ട്. വി വിൽ ടെൽ യു ലൈക്ക് വെദർ യു ആർ എലിജിബിൾ ഫോർ ബിക്കമിങ് എ നീബോഷ് ട്യൂട്ടർ ഓർ നോട്ട്. അപ്പോൾ അത് നമുക്ക് ഗേജ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ അറ്റൻഡിങ് ദി നീബോഷ് ഹൗ ടു ബിക്കം എ നീബോഷ് ട്രെയിനർ സെഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസും വരും ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.